ഹലോ, വെൽക്കം ബാക്ക് റൗട്ടോ ടോക്സ്. അപ്പൊ ഇന്നലെ നമ്മുടെ തലയുടെ ടീം തിരിച്ചു വന്നിരിക്കുകയാണ്. ആരുടെ സന്തോഷമായ അതോ ഇനി ഒരുപാട് ആശങ്കകളുണ്ട് അത് ഉണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് ആശങ്കകളൊക്കെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും വിജയത്തിൽ ഭയങ്കര സന്തോഷം. കാരണം ഇന്നലത്തെ മത്സരം അത് ചെന്നൈക്ക് ഒരു ക്രൂഷ്യൽ മാച്ച് തന്നെയാണ്. കാരണം ഓൾറെഡി 5 മത്സരങ്ങൾ തോറ്റു കഴിഞ്ഞു. ഇനി ഒരു മത്സരം കൂടി തോറ്റു കഴിഞ്ഞാൽ ടൂർണമെന്റിൽ തന്നെ നിലനിൽപ്പ് ഏകദേശം തീരുമാനമാകുന്ന ഒരു സിറ്റുവേഷനിലാണ്. പോരാത്തതിന് ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് ഇല്ല സ്ക്വാഡിൽ, അദ്ദേഹം റൂൾഡ് ഔട്ടായി. ഇപ്പൊ നല്ലൊരു ബാറ്ററുടെ അഭാവമുണ്ട്. അങ്ങനെയാണ് ചെന്നൈ ഇന്നലെ LSG എതിരെ ഇറങ്ങിയത്. ഓൾറെഡി LSG നല്ല ഫോമിലാണ്, അവരുടെ ബാറ്റേഴ്സ് നല്ല ഫോമിലാണ് എസ്പെഷ്യലി. അപ്പൊ ആദ്യം LSGനെ ബാറ്റിംഗ് ഇടുന്നു, നമുക്ക് ടോസ് കിട്ടി LSGനെ ബാറ്റിംഗ് ഇടുന്നു. ഭയങ്കര അടിപൊളി ബോളിംഗ്, ഒന്നും പറയാനില്ല. അതും പ്രത്യേകിച്ച് നൂർ അഹമ്മദിന്റെ ഇന്നലത്തെ സ്പെല്ല് അത് എടുത്ത് തന്നെ പറയണം. ധോണി പോലും പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറഞ്ഞത് മാൻ ഓഫ് ദ മാച്ച് നൂർ അഹമ്മദിന് കൊടുക്കണമെന്നായിരുന്നു. കാരണം 4 ഓവറിൽ 13 റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. അത്രയും അതും ഈ നിക്കോളാസ് പൂരൻ അല്ലെങ്കിൽ ഋഷഭ് പന്ത് അങ്ങനെ ഹാർഡ് ഹീറ്റേഴ്സിന്റെ ഒരു നിരയുള്ള ഒരു ടീമിനെതിരാണ് ഇത്രയും മികച്ചൊരു സ്പെല്ല് അദ്ദേഹത്തിന്റെ വന്ന്. അപ്പോൾ ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് ഫസ്റ്റത്തെ ഓവറുകളിൽ തന്നെ അൻഷിൽ കാംബോജ് ആയാലും അല്ലെങ്കിൽ ഖലീൽ അഹമ്മദ് ആയാലും നല്ലൊരു സ്റ്റാർട്ടാണ് നമ്മുടെ ടീമിന് നൽകുന്നത്. പവർ പ്ലേയിൽ ചെന്നൈ വിട്ട് നൽകുന്ന ഏറ്റവും കുറഞ്ഞ സ്കോറായിരുന്നു LSGക്കെതിരെ. പവർ പ്ലേയിൽ തന്നെ നമുക്കൊരു ശുഭസൂചനയായിരുന്നു. കാരണം അധികം റൺസ് അവരടിക്കുന്നില്ല. മിച്ചൽ മാർഷ ആയാലും അല്ലെങ്കിൽ ഋഷഭ് പന്തിനായാലും ആദ്യം അങ്ങനെ അങ്ങ് ഹിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചെന്നൈ ബോളേഴ്സിന്. നല്ലൊരു ശുഭസൂചനയായിരുന്നു ചെന്നൈക്ക്. അവരുടെ ട്രംപ് കാർഡ് നിക്കോളാസ് പൂരൻ, അൻഷിൽ കാംബോജ് നിക്കോളാസ് പൂരനെ പുറത്താക്കി ആ ഒരു LB. അപ്പൊ തന്നെ ചെന്നൈക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടിയിരുന്നു കളിയിൽ. പിന്നീട് അധികം റൺസ് വിട്ടുകൊടുക്കാതെ തന്നെ മിഡിൽ ഓവേഴ്സിൽ അധികം റൺസ് വിട്ടുകൊടുക്കാതെ തന്നെ ചെന്നൈ നല്ല രീതിക്ക് പന്തെറിഞ്ഞു. നൂർ അഹമ്മദ് ആയാലും അൻഷിൽ കാംബോജ് ആയാലും ജഡേജ ആയാലും എല്ലാവരും നല്ല രീതിക്ക് തന്നെയാണ് ഇന്നലെ ബോൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ അധികം ഒരു ഒരു പരിധിക്ക് അപ്പുറത്തോട്ടുള്ള ഒരു സ്കോർ അവർക്ക് എടുക്കാൻ പറ്റിയില്ല. 166 എന്ന് പറഞ്ഞാൽ ചെറിയ സ്കോറാണ്. നിലവിൽ IPL ചെറിയ സ്കോറുകളിൽ ഒന്നാണ് 160 to 170 അല്ലെങ്കിൽ 180 താഴെ വരുന്നൊക്കെ. അല്ല, അവരെ ഇത് ബോളിംഗിൽ പിടിച്ചു തന്നെയാണ് അവര് നമുക്ക് ഇത് കിട്ടിയ കാരണം കുറഞ്ഞ സ്കോറിലേക്ക് ഒതുക്കി തന്നെയാണ് ഇതിന്റെ വലിയ വിജയത്തിന് കാരണം ശരിക്കും പറഞ്ഞാൽ. കാരണം LSGയുടെ ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് ആണ്, LSGയുടെ ടീമിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് ആണ്. അവർ ബോളേഴ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം കമ്പാരിറ്റീവ്ലി വീക്ക് ബോളിംഗ് യൂണിറ്റ് ആണ്. ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള പേസ് ബോളറോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ടാക്കൂർ, ഷർദു ടാക്കൂർ അല്ലെങ്കിൽ ആകാശ് ദീപ് ഇതുപോലത്തെ ബോളേഴ്സിനെ വെച്ചിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. മാത്രം നല്ല രീതിയിൽ അപ്പോ അങ്ങനത്തെ അല്ലെങ്കിൽ മാർക്രം 4 ഓവർ എറിയുന്നു. അപ്പോ ഒരു സ്പെഷ്യലിസ്റ്റ് ബോളർ, പേസ് ബോളറുടെ കുറവ്. അപ്പോ അതവർക്ക് നല്ലപോലെ ഉണ്ട്. അപ്പോൾ ബാറ്റ്സ്മാൻമാരുടെ ഫോം ഇപ്പോ നിക്കോളാസ് പൂരൻ, മാർക്രം അല്ലെങ്കിൽ മിച്ചൽ മാർഷ് ഇവരുടെ ഒരു വൻ ഫോം തന്നെയാണ് അവർ ഇത്രയും ടൂർണമെന്റ് ഇതുവരെ കൊണ്ടുപോയേക്കുന്നത്. അപ്പൊ അത് ഇന്നലെ വന്നിട്ടില്ല. പിന്നെ പന്തിന്റെ സ്ലോ ഇന്നിങ്സ്, എനിക്ക് പന്തിനെ ഒരു കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ആ ഒരു സിറ്റുവേഷനിൽ പന്ത് ഹിറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു കണക്ഷൻ കിട്ടുന്നില്ല. ഇനി ആ ടീമിന്റെ ഡീസന്റ് ടോട്ടലോട്ട് എനിക്കൊന്ന് പന്തിന് ഒരു സപ്പോർട്ടും അങ്ങനെ വന്നിട്ടില്ല. എന്തായാലും സമതിന്റെ ഒക്കെ ഇന്നിങ്സ് ഒക്കെ അത്യാവശ്യം നല്ലൊരു സ്കോറിലോട്ട് ടീമിനെ എത്തിച്ചു ലാസ്റ്റ് ആകുമ്പോഴേക്കും. 166 എന്ന് പറയുന്നത് നല്ല സ്കോർ അല്ല ആക്ച്വലി ഇപ്പൊ നിലവിൽ. എന്നാൽ പോലും ഒരു ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്കോർ തന്നെയാണ്. പ്രത്യേകിച്ച് ചെന്നൈയുടെ ബാറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ LSG ഡിഫെൻഡ് ചെയ്യാം. പിന്നെ നല്ല സൈക്ക് റഷീദ് സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. നല്ലൊരു അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം തന്നെ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കൂ, നിങ്ങൾ ഈ പഴയ പ്ലേയേഴ്സിനെ വീണ്ടും വീണ്ടും കൊടുക്കൂ. എന്നാൽ അദ്ദേഹം ഓപ്പണിംഗിൽ, അതായത് സൈക്ക് റഷീദ് ഇതുവരെ ഓപ്പണിംഗ് കളിച്ചിട്ടേ ഇല്ല അദ്ദേഹത്തിന്റെ T20 കരിയറിൽ. എൻ്റെ T20 കരിയറിൽ ഇതുവരെ ഓപ്പണിംഗ് കളിക്കാത്തൊരു പ്ലെയറാണ് സൈക്ക് റഷീദ്. ആ സൈക്ക് റഷീദിന് എന്താണ് ഓപ്പണിംഗ് വരുന്നു. അദ്ദേഹം ഗംഭീരമായിട്ടുള്ള സ്റ്റാർട്ട് രച്ചിൻ രവീന്ദ്രയ്ക്കൊപ്പം ഒരു മികച്ച തുടക്കം ചെന്നൈ ടീമിന്. 6 ഓവറിൽ 60 റൺസിനടുത്തൊരു ടീം ചെന്നൈയുടെ ഹയസ്റ്റ് പവർ പ്ലേ സ്കോർ വന്നിട്ട് ഈ സീസണിലെ, എന്നിട്ടാണ് അദ്ദേഹം മടങ്ങുന്നത്. അപ്പൊ നല്ലൊരു ശുഭസൂചന തന്നെയാണ് അവിടെയും ചെന്നൈക്ക് കിട്ടിയത്. പക്ഷെ എനിക്ക് അപ്പോഴേ ഒരു ഡൗട്ടുണ്ട്, സൈക്ക് റഷീദും രച്ചിനും പോയി കഴിഞ്ഞാൽ ഈ ടീം സ്ട്രഗിൾ ചെയ്യുമെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു. സെയിം ലൈക്ക് സൈക്ക് റഷീദ് പോകുന്നു, പിന്നീട് ത്രിപാഠി വരുന്നു. ത്രിപാഠി നല്ലൊരു മോശം ഇന്നിങ്സ്, അദ്ദേഹം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ എൻ്റെ സീസണിൽ. അപ്പൊ എന്നിട്ടും ടീമിൽ ഇടം പിടിക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ വീണ്ടും നിരാശപ്പെടുത്തി. ഒരു നല്ലൊരു ക്യാച്ച് ഉണ്ടായിരുന്നു ഫീൽഡിങ്ങിൽ, പക്ഷെ അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു ത്രിപാഠിയുടെ. പിന്നീട് രച്ചിനും കൂടി പോയപ്പോ പിന്നെ കളി LSG പിടിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്കും പിന്നീട് നമ്മളും വിചാരിച്ചു ഈ കളിയും കയ്യിൽ നിന്ന് പോയി. കാരണം ചെന്നൈയുടെ മിഡിൽ ഓർഡർ അത്രയും വീക്കാണ്. ഇന്നലെ കളി തോറ്റിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് വിമർശനം വരെ ചെന്നൈയുടെ മിഡിൽ ഓർഡറിനാണ്. എന്താണ് ഇതിന്റെ ത്രിപാഠി ആയാലും ജഡേജ ആയാലും വിജയ് ശങ്കർ ആയാലും ഒക്കെ ഒട്ടും ഉത്തരവാദിത്വം ഇല്ലാതാണ് ബാറ്റ് വീശുന്നത്. ഇനി ഇതിലോട്ട് മറ്റേ ഹൂഡയെ കൂടിയൊക്കെ ചേരുന്നതാണ് ഇതിന്റെ മിഡിൽ ഓർഡർ എന്ന് പറയുന്നത് ചെന്നൈയുടെ. അപ്പൊ എത്രത്തോളം പരിതാപകരമാണ് ടീമിന്റെ അവസ്ഥ. ഇന്നലെ തന്നെ
നമുക്കറിയാം 8 ഓവറിൽ 80-നടുത്ത് റൺസ് വന്നു ടീമിന്. പിന്നീട് വേണ്ടത് ഏകദേശം 48 ബോളിൽ നിന്ന് ഏകദേശം 60-നടുത്ത് റൺസ് മാത്രം മതി. വളരെ ഈസി ആയിട്ട് 8 വിക്കറ്റ് ബാക്കിയുണ്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് അടിക്കാവുന്നൊരു സിറ്റുവേഷനില് ആ കളിയാണ് പിന്നീട് ലാസ്റ്റ് ഓവർ വരെ പ്രഷറായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അത്രയും എത്രത്തോളം പരിതാപകരമാണ് മിഡിൽ ഓർഡർ. അതും അവരുടെ ബോളിംഗ് യൂണിറ്റ് നോക്കി കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഒരു വീക്കർ സൈഡാണ്. പേസ് ബോളർമാരെ അതിന് എടുത്തു പറയാൻ ആരുമില്ല. പിന്നെ ബിഷ്ണോയി ആയാലും അത്ര എക്കണോമിക്കൽ ബോളർ അല്ല. ഋഗ്വേഷ് രതി എന്ന് പറയുന്ന ഒരു ബോളറുടെ മാത്രം ഒരു മികവിലാണ് അവർ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് മാർക്കറൊക്കെ ഇന്നലെ 4 ഓവറിലൊരു ഗംഭീര സ്പെല്ലിംഗ്, മാർക്കറത്തിനെ പോലും അടിക്കാൻ പറ്റുന്നില്ല അവർക്ക്. അപ്പൊ പ്രത്യേകിച്ച് ശിവൻ ദൂബെയൊക്കെ ഇന്നലെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു സ്പിന്നേഴ്സിനെതിരെ. അപ്പൊ അതാണ് പറഞ്ഞത്, ഈ ഒട്ടും നമുക്ക് ഒരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റുന്നില്ല ഈ ടീമിന്റെ പെർഫോമൻസിൽ. പിന്നീട് ഇന്നലെ വിജയ് ശങ്കർ ഔട്ടായപ്പോൾ ഏകദേശം 30 ബോളിൽ നിന്ന് 55-ന് മുകളിലാണ് ടാർഗറ്റ്. അത്ര ഒരു റെക്കോർഡ് റൺ റേറ്റ് 10-ന് മുകളിലായിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ ധോണി വരികയാണ്, ഓവർട്ടനെ മുകളിൽ ധോണി വരികയാണ്. അതെനിക്ക് നല്ലൊരു അപ്രോച്ച്. ഞാൻ പറഞ്ഞില്ലേ, ധോണി അടിച്ച് ജയിപ്പിക്കണം, എല്ലാ കളിയും അടിച്ച് ജയിപ്പിക്കണം, അങ്ങനത്തെ ഒരു ആസ് എ ഫാൻ എനിക്ക് ഇല്ല. ഞാൻ പേഴ്സണലി അങ്ങനെ ആഗ്രഹിക്കുന്നില്ല, അത് നമുക്ക് പോസിബിളും അല്ല. പക്ഷെ അദ്ദേഹം നേരത്തെ ഇറങ്ങി അദ്ദേഹത്തിന് പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്തിട്ട് ജയിക്കോ തോക്കുക രണ്ടാമത്തെ കാര്യം. ഇതിങ്ങനെ ലോവർ ഡൗണിലോട്ട് ഇറങ്ങി പോവാതെ നേരത്തെ ഇറങ്ങി അദ്ദേഹത്തിന് മാക്സിമം പറ്റുന്നത് ചെയ്യാന്നുള്ളതാണ്. ഇന്നലെയും അത് കണക്ക് നേരത്തെ ഇറങ്ങി അദ്ദേഹം കളി നമുക്ക് ജയിപ്പിച്ചു. ഒരു എന്താണ് ഭയങ്കര സന്തോഷം. ആ ഒരു എൻ്റയർ ഇന്നിങ്സ് 11 ബോളിൽ നിന്ന് 29 റൺസ്, ആ ഒരു ഇന്നിങ്സ്, ആ ഒരു ക്ലച്ച് ഇന്നിങ്സ് ഇല്ലായിരുന്നു കളി ഇന്നലെ ചെന്നൈ തോക്കുക തന്നെ ചെയ്താനെ. ആ ബാക്കോട്ട് അടിച്ച 4 ഒക്കെ അതൊക്കെ മറ്റുള്ളവരെ തളർത്താൻ പറ്റുന്ന ഒരു സംഭവമായി മാറി ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഭാഗ്യത്തിന്റെ എഡ്ജിലൂടെ നമുക്ക് 2 4 വരുന്നു. പിന്നെ ഇന്നലെ ഷർദൂർ ഠാക്കൂറിന് അടിച്ച 1 ഹാൻഡ് 6. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ആരാധകർ ഇത്രയും നാൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആരാധകർക്ക് കിട്ടിയ വളരെ വലിയൊരു ട്രീറ്റ് ആണ്. അതുപോലെ തന്നെ ഫീൽഡിലും അദ്ദേഹത്തിന്റെ ഒരു സമതന്നെ റൺഔട്ടാക്കി. എനിക്ക് ഇന്നലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം റൺഔട്ടായിരുന്നു. ധോണി ഇത്രയും നല്ലൊരു ഇന്നിങ്സ് കളിച്ചു, അല്ലെങ്കിൽ 6 അടിച്ച് 4 അടിച്ച്, അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് റൺഔട്ടായിരുന്നു. കാരണം ബാറ്റ്സ്മാൻ കവർ ചെയ്തോടാണ് സ്റ്റംസിനെ, അതായത് ബാറ്റ്സ്മാൻ കവർ ചെയ്തുകൊണ്ട് ബാക്കിൽ നിന്നാണ് ധോണി എറിയുന്നത്. ആ സാധനം ബാറ്റ്സ്മാന്റെ തലയ്ക്ക് മുകളിലൂടെ പോയിട്ടാണ് സ്റ്റംസിൽ വന്ന് കൊള്ളുന്നത്. അപ്പൊ സമത ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ആ പന്ത് സ്റ്റംപിൽ കൊള്ളുക എന്നുള്ളത്. നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തില്ല കൊള്ളുന്നു. പക്ഷെ ധോണിയുടെ വിഷനാണത്. അത് ആ ഒരു മൊമെന്റ് ആണ് എനിക്ക് ഇന്നലത്തെ ഗെയിമിലെ എന്റെ ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ്. ആ ഒരു റൺഔട്ട്, അത് ഒരു ധോണി സിഗ്നേച്ചർ സ്റ്റൈൽ സാധനം തന്നെയായിരുന്നു. അതുപോലെ ബാറ്റിംഗിൽ അദ്ദേഹത്തിന്റെ ഗംഭീര പെർഫോമൻസ്. 18ാമത്തെ തവണ IPL പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം അദ്ദേഹത്തിന് നേടുകയുണ്ടായി. ഫ്രണ്ടിലുള്ളത് രോഹിത് ശർമ്മയും AB de Villiers ക്രിസ് ഗെയിലും മാത്രം. വിരാട് കോഹ്ലി, അതുപോലെ തന്നെ ഷെയ്ൻ വാട്സൺ, ഡേവിഡ് വാർണർ, ഇവരോടൊക്കെ ഒപ്പം 18 പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരമായിട്ട് ധോണി ഇന്നലെ IPL മറ്റൊരു റെക്കോർഡ് ഇട്ടു. വിക്കറ്റിന് 200 ഡിസ്മിസൽസ് എന്നുള്ള റെക്കോർഡ്, അത് IPL ആദ്യമായിട്ട് നേടുന്ന കളിക്കാരൻ. 2ാം സ്ഥാനത്തുള്ളത് 180ഓളം ഡിസ്മിസൽസ് ആയിട്ട് ദിനേശ് കാർത്തിക് മാത്രമാണ്. അതുപോലെ തന്നെ ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരത്തിലും ക്യാപ്റ്റനായിട്ട് ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദ മാച്ച് നേടുന്ന കളിക്കാരനായിട്ടുള്ള നേട്ടം. അതുപോലെ തന്നെ ആദ്യ സീസണിലും ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സീസണിലും പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയ കളിക്കാരൻ. അങ്ങനെ ഒട്ടനവധി റെക്കോർഡുകൾ ഇന്നലെ ധോണി സ്വന്തം പേരിലാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഫിനിഷർ ധോണി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ എവിടെയൊക്കെയുണ്ട്. ഒരു പക്ഷേ LSGക്ക് ഇന്നലെ ജയിക്കാവുന്ന ഒരു മത്സരമായിരുന്നു. കാരണം നമ്മൾ മിഡിൽ ഓവേഴ്സിൽ LSGന് മിഡിൽ ഓവേഴ്സ് നോക്കി കഴിഞ്ഞാൽ സ്പിന്നേഴ്സ് ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. എന്നിട്ട് പോലും ധോണി 15ാമത്തെ ഓവറിൽ വരുന്നു. ഒരു പക്ഷെ 16ാമത്തെ ഓവറോ 17ാമത്തെ ഓവറോ രവി ബിഷ്ണോയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ കളി ചിലപ്പോൾ തിരിഞ്ഞേക്കാം. കാരണം നമുക്ക് എല്ലാവർക്കും ധോണി സ്പിന്നേഴ്സിനെ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. രവി ബിഷ്ണോയ്ക്ക് ഒരു ഓവർ ബാക്കി ഉണ്ടായിട്ട് പോലും പന്ത് ഇന്നലെ രവി ബിഷ്ണോയ്ക്ക് ഒരു ഓവർ കൊടുത്തില്ല. പിന്നീട് അദ്ദേഹം ഷർദൂർ ഠാക്കൂർ, ആവേശ് ഖാൻ, ആ ഒരു പേസർമാർക്ക് തന്നെയാണ് കൊടുത്തു പോയത്. ഒരു പക്ഷെ ഒരു ഓവർ ആ സ്പിന്നർക്ക് കൊടുത്ത് അവിടെ ഒരു വിക്കറ്റ് വീഴുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ കളി തിരിഞ്ഞാണ്. അപ്പോൾ പന്തിന്റെ ഒരു ക്യാപ്റ്റൻസിയിൽ അദ്ദേഹത്തിന്റെ ഒരു പോരായ്മ കൂടി ഇന്നലെ ചെന്നൈക്ക് എക്സ്പീരിയൻസ് കുറവ്, അതും ചെന്നൈക്ക് ഒരു ഗുണമായി എന്ന് പറയും ഇന്നലത്തെ വിജയത്തിൽ. എന്തായാലും ധോണി അല്ലെങ്കിൽ ധോണി ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വളരെ നല്ലൊരു ദിവസമായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം പ്രൊഫഷണൽ ക്രിക്കറ്റ് നിർത്തിയിട്ട് ഏകദേശം 6 വർഷമായി. വർഷാവർഷം കളിക്കുന്ന ഈ IPL മാത്രമാണ് അദ്ദേഹത്തിന് ഒരു ക്രിക്കറ്റിനോടുള്ള ആകെ ഒരു ബന്ധം. ഈ 44ാം വയസ്സിലും ലോകത്തിലെ ഏറ്റവും കോമ്പറ്റീറ്റീവായ T20 ലീഗിലാണ് അദ്ദേഹം കളിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ധോണിയുടെ ഫിനിഷിംഗ് എബിലിറ്റിയെ പറ്റി കുറെ പേര് കളിയാക്കുന്നുണ്ട്. ഫിനിഷർ ധോണി എന്ന് വെറുതെ കിട്ടിയ പേരല്ല, സ്വയം എടുത്തം കാണിഞ്ഞതുമല്ല. നാടായ നാടും ദിക്കായ ദിക്കും എല്ലാം കീഴടക്കിയ, ലോകം ജയിച്ച ക്രിക്കറ്റ് നായകന് ലോക ക്രിക്കറ്റ് നൽകിയ പേരാണ്. അത് അദ്ദേഹത്തിനായിട്ട് തുന്നപ്പെട്ട കുപ്പായമാണ്. അത് ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം ഒരിക്കൽ കൂടി ഇന്നലെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹം ചെന്നൈക്ക് വേണ്ടി ഇതുപോലെ ഫിനിഷ് ചെയ്ത് ജയിപ്പിക്കട്ടെ എന്ന് തന്നെയാണ് ഓരോ CSK ആരാധകന്റെ പോലെ എൻ്റെ ആഗ്രഹം.
എന്തായാലും ഇനിയും ഇതുപോലെ മത്സരങ്ങൾ വിജയിപ്പിച്ച് ഒരു ചെറു പുഞ്ചിരിയോടെ എതിർ താരങ്ങൾക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡും കൊടുത്ത് ഡഗ്ഔട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ധോണി. ആ ഒരു കാഴ്ച തന്നെയാണ് ക്രിക്കറ്റിലെ നിലവിൽ IPL ഏറ്റവും സുന്ദരമായ കാഴ്ചകളുള്ളത്. അതുപോലെ ഇനിയും ഒരുപാട് തവണ അത് സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അല്ല, ഇപ്പൊ ഇന്നലെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ക്യാച്ചസ് വിൻ മാച്ചസ് എന്ന് പറഞ്ഞ സംഭവം ശരിക്കും നമ്മൾ കണ്ടു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചെന്നൈയുടെ ഒരുപാട് ക്യാച്ച് അല്ലെങ്കിൽ മിക്സ് ഫീൽഡിങ് നമ്മൾ കണ്ടാണ്. പക്ഷെ അതിനൊക്കെ ഓവർകം ചെയ്ത് ചെന്നൈ നല്ല ഫീൽഡ് ചെയ്തപ്പോ നേരെ തിരിച്ചായി. LSG കുറെ മിസ്റ്റേക്കുകൾ വരുത്തി. അതെ, ഇന്നലെ കമന്റേറ്റേഴ്സ് എടുത്തു പറയുന്ന കാര്യമാണ് ചെന്നൈ ഇന്നലത്തെ മത്സരത്തിൽ പ്രത്യേകിച്ച് നല്ല ഫീൽഡിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ LSGയുടെ ഭാഗത്ത് നിന്ന് മോശം പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ എനിക്ക് നോക്കി കഴിഞ്ഞാൽ ധോണിയുടെ ഒരു ക്യാച്ച് വിഷ്ണു ഡ്രോപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ത്രിപാഠിയുടെ ഒരു ക്യാച്ച് സമത് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു കാഴ്ച. അപ്പോൾ ഫീൽഡിങ്ങിൽ ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് നമുക്കറിയാം, അത് മാച്ചിനെ നല്ല രീതിയിൽ സ്വാധീനിക്കും. ചെന്നൈ ഇന്നലെ വളരെ മികച്ച ഫീൽഡിംഗ് ആയിരുന്നു. അത് കമന്റേറ്റേഴ്സ് ഉൾപ്പെടെ എടുത്ത് പറഞ്ഞ കാര്യമാണ്. നല്ല മൊത്തത്തിൽ പോസിറ്റീവ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യത്തെ 6 ഓവറിൽ ഏറ്റവും കുറവ് റണ്ണ് വിട്ടുകൊടുക്കുന്ന ഒരു മത്സരമായിരുന്നു ഇന്നലത്തെ. അതായത് ഫ്രം ദി സ്റ്റാർട്ടിങ് ഓഫ് ദി ഗെയിം നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു, ഫീഡ്ബാക്ക് ആയിരുന്നു ടീമിന്റെ പെർഫോമൻസ് നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കളി തോക്കു ജയിക്കുകയെന്നല്ല, നമ്മൾ പെർഫോം ചെയ്തിട്ട് ഒരു ജസ്റ്റ് ഒരു ഇതിന് പോവാണെങ്കിൽ ഓക്കെ എന്ന് പറയാം. ഇപ്പൊ മുംബൈ ഇപ്പൊ 4 കളി തോറ്റു. ഈ 4 കളിയും അവർ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടാണ് തോറ്റത്. കഴിഞ്ഞ മത്സരത്തിലായാൽ പോലും തോറ്റിരുന്നെങ്കിൽ പോലും നല്ലൊരു പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിട്ടുണ്ട് ഡൽഹിക്കെതിരെ. അപ്പൊ അത് അവർ ജയിച്ചു ലാസ്റ്റ് മൊമെന്റിൽ. അതാണ് ആ ഒരു എഫേർട്ട് ലാസ്റ്റ് മൊമെന്റ് അവർ ഇടുമ്പോ എവിടെയെങ്കിലും കളി ഇങ്ങനെ തിരിയുന്നുള്ളതാണ്. ആരാധകർക്ക് നാണം കണ്ടി വരില്ല. അപ്പൊ എന്തായാലും ചെന്നൈയുടെ വിജയ തുടർച്ച ഉണ്ടാവട്ടെ, തല തിരിച്ചു വരട്ടെ, ഇനിയും നല്ല നല്ല കൂറ്റൻ സിക്സറുകൾ വരട്ടെ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.